ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ITA ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ISROയിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ ടെക്നീഷ്യൻ ബി തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ISRO ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിനെ പറയട്ടെ, ഈ നോട്ടിഫിക്കേഷനിലോട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാനുള്ള ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ 10 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തേത് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അല്ല വിവിധ ഡിസിപ്ലിൻ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ്. ആദ്യത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ സ്ട്രീമിൽ 10 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം വലിയ മലയിലുള്ള LPSA അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലേക്കും അതുപോലെ തന്നെ ബംഗളൂരുള്ള LPSCയിലേക്കുമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം വലിയ മലയിൽ മെക്കാനിക്കൽ സ്ട്രീമിൽ 8 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ ബംഗളൂരുവിൽ 2 വേക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 10 വേക്കൻസിയാണ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ. അപ്പം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിപ്ലോമ ഉള്ളവർക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇലക്ട്രിക്കൽ ആണ് അടുത്ത ഡിസിപ്ലിൻ വരുന്നത്. 1 വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ളത്. അത് ബംഗളൂരിലാണ് ആ വേക്കൻസി ഉള്ളത്. അത് ഈ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ, അതായത് ഇലക്ട്രിക്കൽ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ അടുത്ത ഡിസിപ്ലിൻ നമുക്ക് നോക്കാം. അടുത്തത് ITA പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവസരമാണ്. ഇത് ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ആദ്യത്തത് വെൽഡറാണ്. വെൽഡറിന്റെ നിലവിൽ 1 വേക്കൻസിയാണ്. അത് വലിയമലയിലാണ്, ട്രിവാൻഡ്രത്തുള്ള വലിയമലയാണ് വെൽഡറിന്റെ ഈ ഒരു വേക്കൻസി ഉള്ളത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പെസിഫൈഡ് ട്രേഡിൽ, അതായത് വെൽഡർ ട്രേഡിൽ ITA അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ബി വെൽഡർ എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്ന തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അത് 2 വേക്കൻസിയാണ് ഇപ്പം ഇലക്ട്രോണിക് മെക്കാനിക് തസ്തികയിലേക്കുള്ളത്. ഇതും ട്രിവാൻഡ്രം വെല്ലുമലയിലാണ് ഈ വേക്കൻസി ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. അതായത് ITA അതായത് ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ നിങ്ങൾക്ക് IT അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ടർണർ പോസ്റ്റിലോട്ടാണ്. അത് 1 വേക്കൻസിയാണ്. അതും ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഈ പറഞ്ഞ 1 വേക്കൻസി ഉള്ളത്. നിങ്ങൾക്ക് IT അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കേഷൻ ടർണറിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് തസ്തികയിലേക്കുള്ള അവസരമാണ്. അത് നിലവിൽ 1 വേക്കൻസിയാണുള്ളത്. അതും ട്രിവാൻഡ്രം വെല്ലുമലയിൽ തന്നെയാണ് ആ 1 വേക്കൻസി ഉള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ കൺസേൺ ട്രേഡിലുള്ള ITA സർട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ ഫിറ്റർ, മെഷീനിസ്റ്റ് ഈ പറഞ്ഞ 2 ട്രേഡുകളിലേക്കും വേക്കൻസി ഇപ്പോൾ ഉണ്ട്. അത് ഫിറ്റർ ട്രേഡിലാണെങ്കിൽ 5 വേക്കൻസിയും അതുപോലെ മെഷീനിസ്റ്റ് ട്രേഡിലാണെങ്കിൽ 1 വേക്കൻസിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഫിറ്റർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം വലിയമലയിൽ 3 വേക്കൻസി, അതുപോലെ ബംഗളൂരിൽ 2 വേക്കൻസി. മെഷീനിസ്റ്റ് നോക്കുകയാണെങ്കിൽ ബംഗളൂരിൽ 1 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫിറ്റർ അതുപോലെ തന്നെ മെഷീനിസ്റ്റ് ട്രേഡുകളിൽ നിങ്ങൾക്ക് IT അല്ലെങ്കിൽ NAC സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെ വയസ്സിളവും അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും ഈ പറഞ്ഞ 35 വയസ്സിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പം 35 വയസ്സ് കഴിയാത്ത അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന മറ്റ് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ ടെക്നീഷ്യൻ ബി തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. 2 സ്റ്റേജസ് ആണ് മെയിൻലി സെലക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ആദ്യത്തേത് റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റുമാണ് വരുന്നത്. അപ്പം റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 80 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം 80 മാർക്കിനുള്ള ഒരു എക്സാം ആണ് ഈ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഓരോ തെറ്റുത്തരത്തിനും 0.33 അല്ലെങ്കിൽ 1/3 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺസെൻട്രേറ്റുള്ള സ്കിൽ ടെസ്റ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സ്കിൽ ടെസ്റ്റിന് ലഭിക്കുന്ന മാർക്ക് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റിൽ എത്രയാണോ മാർക്ക് ലഭിക്കുന്നത് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതും. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ പാസ്സായാൽ മാത്രം മതിയാവും. പക്ഷേ റിട്ടൺ ടെസ്റ്റിന് ലഭിക്കുന്ന മാക്സിമം മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സുകൾ നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് ഈ വരുന്ന സെപ്റ്റംബർ 10 വരെ
മാത്രമാണ്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എത്രയും വേഗം തന്നെ ക്വാളിഫിക്കേഷൻ കൺസേൺ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഓരോ തസ്തിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഫീ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11/9/2024 വരെയാണ്. സെപ്റ്റംബർ 11 വരെ മാത്രമേ നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഒരു ടൈം ലൈനിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ITA ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ISROയിലേക്കുള്ള ഈ അവസരങ്ങൾ എന്ന് പറയുന്നത്. കാര്യം ISRO പോലെയുള്ള ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ എപ്പോഴും ലഭിക്കുകയല്ല. അപ്പം നിങ്ങൾ എത്രയും വേഗം തന്നെ പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഏണസ്റ്റ് അക്കാദമിയിൽ ഇനി വരാൻ പോകുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ടെക്നീഷ്യൻ ബി തസ്തിയിലേക്കുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ISRO മുൻപ് നടത്തിയ ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ ടെക്നീഷ്യൻ ബി തസ്തിയിലേക്കുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ധാരാളം മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഗൂഗിൾ ഫോം കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ടെക്നീഷ്യൻ ബി അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തിയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് അതുപോലെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.